ഒരു മേക്കപ്പ് മാൻ്റെ രതികേളികളുടെ കഥയാണ് പറയുന്നത്. എം.ഒ. ദേവസ്യ എന്ന മേക്കപ്പ് മാൻ്റെ കുസൃതിത്തരങ്ങൾ നിറഞ്ഞ രതികേളികളുടെ കഥ. അദ്ദേഹം അതെഴുതിയത് സിനിമാമംഗളം വാരികയിലാണ്. മധു വൈപ്പന എഡിറ്ററായിരുന്നപ്പോൾ എം.ഒ. ദേവസ്യ സിനിമയിലെ രസകരമായ രതിക്കഥകൾ പൊളിച്ചെഴുതി, തുറന്നെഴുതി. വലിയ എതിർപ്പ് ദേവസ്യയ്ക്ക് നേരിടേണ്ടി വന്നു. പക്ഷേ ദേവസ്യ തൻ്റെ നിലപാടിൽ ഉറച്ചു നിന്നു. അതാണ് എം.ഒ. ദേവസ്യയുടെ പ്രത്യേകത. എം.ഒ. ദേവസ്യ പറഞ്ഞ രതികഥകൾ വായനക്കാർ ഹൃദയപൂർവ്വം സ്വീകരിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അല്പം തമാശ കലർത്തിയും അല്പം സീരിയസായും ഒക്കെയാണ് എം.ഒ. ദേവസ്യ തൻ്റെ പ്രസിദ്ധമായ രതികഥകൾ പറഞ്ഞത്. അതിലെ ഒരു നായിക റാണി ചന്ദ്രയാണ്. റാണി ചന്ദ്ര വളരെ കുസൃതി നിറഞ്ഞ വളരെ കുസൃതിക്കാരിയായിരുന്നു. എന്തും തുറന്നു പറയുന്ന രീതി റാണി ചന്ദ്രയ്ക്ക് ഉണ്ടായിരുന്നു. ഒരു അമേരിക്കൻ ട്രിപ്പ് നടത്തി റാണി ചന്ദ്രയും എം.ഒ. ദേവസ്യയും ടീമും എല്ലാം കൂടി. റാണി ചന്ദ്രയ്ക്ക് ഒരാഗ്രഹം, വൈബ്രേറ്റർ വേണം. വൈബ്രേറ്റർ ഉപയോഗിച്ച് സ്വയംഭോഗം നടത്തുന്ന രീതിയെപ്പറ്റി റാണി ചന്ദ്ര കേട്ടിട്ടുണ്ട്. മറ്റുള്ളവരോട് പറയാൻ റാണി ചന്ദ്രയ്ക്ക് മടി. എം.ഒ. ദേവസ്യയോട് പറഞ്ഞു അത്രേ. എം.ഒ. ദേവസ്യ റാണി ചന്ദ്രയ്ക്ക് ഒരു വൈബ്രേറ്റർ സമ്മാനിച്ചു. അതാണ് എം.ഒ. ദേവസ്യയുടെ ഒരധ്യായം. മറ്റൊരു നായിക കവിയൂർ പൊന്നമ്മയാണ്. നാണം ഒട്ടുമില്ലാത്ത നടിയായിരുന്നു, സുന്ദരിയായ നടിയായിരുന്നു കവിയൂർ പൊന്നമ്മ എന്നാണ് എം.ഒ. ദേവസ്യ എഴുതിയത്. ഒരിക്കൽ എം.ഒ. ദേവസ്യ കവിയൂർ പൊന്നമ്മയ്ക്ക് മേക്കപ്പ് ഇടുന്നു. വടക്കൻ പാട്ട് ചിത്രമാണ്, ഉദയയുടെ ചിത്രമാണ്. മുലക്കച്ച കെട്ടിയ കവിയൂർ പൊന്നമ്മയുടെ നെഞ്ചിൽ മുലക്കച്ചയ്ക്ക് മുകളിൽ മേക്കപ്പ് ഇടണം. അങ്ങനെ മേക്കപ്പ് ഇട്ടുകൊണ്ടിരുന്നപ്പോൾ കവിയൂർ പൊന്നമ്മ മൂലക്കച്ച അഴിച്ചു മാറ്റി. കവിയൂർ പൊന്നമ്മയുടെ മാറിടങ്ങൾ കണ്ട് ദേവസ്യ അന്തം വിട്ടു. ആ മാറിടങ്ങളിൽ ദേവസ്യ മേക്കപ്പ് ഇട്ടു. മറ്റൊന്ന് സീമയെക്കുറിച്ചാണ്. അവളുടെ രാവുകളിലൂടെ സീമ ജ്വലിച്ചുയർന്നു. സീമ ഒരു തരംഗമായി മാറി. ജയൻ സീമ ജോഡികൾ മലയാള സിനിമയെ ഇളക്കി മറിച്ചു. സീമ ഏതറ്റം വരെയും ഗ്ലാമറാകാൻ തയ്യാറായിരുന്ന നടിയായിരുന്നുവെന്ന് ദേവസ്യ പറയുന്നു. അങ്ങനെ വളരെ ബോൾഡായ ഒരു നടിയായിരുന്നു സീമ. ശാന്തി എന്നാണ് സീമയുടെ യഥാർത്ഥ പേര്. സിനിമയിൽ എക്സ്ട്രാ നടിയായിട്ടാണ് സീമ വന്നത്. പിന്നീട് സീമ ഒരു തരംഗമായി മാറി. ഒരു കാലത്തെ യുവാക്കളുടെ ഹരമായി സീമ മാറി. എം.ഒ. ദേവസ്യ പറയുന്നു, സീമയുടെ ധൈര്യം അപാരമാണ്. സ്വിമ്മിങ് സൂട്ട് ധരിക്കാനും അനുപല്ലവി എന്ന ചിത്രത്തിൽ ജയനോടൊപ്പം സ്വിമ്മിങ് സൂട്ട് ധരിച്ച് നൃത്തം ചെയ്യുന്ന രംഗമുണ്ട്. നവമി ചന്ദ്രികയിൽ എന്ന പാട്ട്. സ്വിമ്മിങ് സൂട്ട് വളരെ നേർത്തതായിരുന്നു. പക്ഷേ സീമ അത് ധൈര്യപൂർവ്വം ധരിച്ചു എന്നാണ് ദേവസ്യ എഴുതുന്നത്. ജയൻ പോലും പറഞ്ഞു കുറച്ചും കൂടെ കട്ടിയുള്ള സ്വിമ്മിങ് സൂട്ട് ഇടാൻ. പക്ഷേ സീമയ്ക്ക് അതൊന്നും പ്രശ്നമായിരുന്നില്ല. സീമയുടെ ധൈര്യം തന്നെ അമ്പരപ്പിച്ചു എന്നാണ് എം.ഒ. ദേവസ്യ എഴുതുന്നത്. എം.ഒ. ദേവസ്യയുടെ മകനാണ് ജോർജ്, മമ്മൂട്ടിയുടെ പേഴ്സണൽ മേക്കപ്പ് മാൻ. ജോർജിനോട് അക്കാലത്ത് അച്ഛനെ നിയന്ത്രിക്കണമെന്ന് പല ഉന്നതരും ഉപദേശിച്ചു. പക്ഷേ ആര് പറഞ്ഞാലും കേൾക്കുന്ന പ്രകൃതം ദേവസ്യയ്ക്ക് ഇല്ലായിരുന്നു. ദേവസ്യയുടെ രതികഥകൾ സിനിമാമംഗളത്തിൽ എഴുതിക്കൊണ്ടിരുന്നു. പല മുഖങ്ങളെയും പൊളിച്ച് എഴുതി ദേവസ്യ. അതൊക്കെയാണ് ദേവസ്യയുടെ പ്രത്യേകത. ദേവസ്യ ഇന്നില്ല. ദേവസ്യയുടെ
ആത്മകഥ ഒരിക്കൽ കൂടി സിനിമാമംഗളം പ്രസിദ്ധീകരിച്ച സംഭവവും ഉണ്ടായിട്ടുണ്ട്. അതും പ്രേക്ഷകരെ ആകർഷിച്ചു.